എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കാൻ തുടങ്ങിയ ശ്ലോകം സത്യം യദി സ്യാത് ജഗദേതദാത്മന അനന്തത്വഹാനി നിഗമപ്രമാണത അസത്യവാദിത്വമപീഷിതു സ്യാത് നൈതത്രയം സാധുഹിതം മഹാത്മനാം എന്നുള്ള ശ്ലോകമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടെ പറയാം. സത്യം യദി സ്യാത് ജഗദേതദാത്മനഃ അനന്തത്വഹാനിർനിഗമപ്രമാണത അസത്യവാദിത്വമപീഷിതു സ്യാത് നൈതത്രയം സാധുഹിതം മഹാത്മനാം എന്നുള്ള ശ്ലോകമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് എന്താണ് ആദ്യം പറഞ്ഞത്? ഈ ജഗത്ത് സത്യമാണ്, പരമാർത്ഥമാണ് എന്ന് നമ്മൾ എടുക്കുമ്പോ, അതായത് ജഗത് മിഥ്യ എന്നുള്ളതല്ലാതെ കണ്ട് ജഗത് സത്യം എന്ന് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 3 ദോഷങ്ങൾ അതുകൊണ്ടുണ്ടാകും എന്ന് പറഞ്ഞു. 3 ദോഷങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതില് ഒന്നാമത്തെ ദോഷമായ അനന്തത്വഹാനി, ഒന്നാമത്തെ ദോഷമായ അനന്തത്വഹാനി എന്നുള്ളത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് അനന്തത്വം എന്ന ആ ഒരു ഗുണം നഷ്ടപ്പെട്ടു പോകുന്നേ എന്നുള്ളത് കണ്ടു. അതില് ലിമിറ്റ്ലെസ് ആണ് ബ്രഹ്മം. അതിന് അതിരുകളില്ല. ബ്രഹ്മത്തിന് അതിരുകളില്ല. സത്യം ജ്ഞാനം അനന്തം എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അനന്തം തന്നെയാണ്. എങ്ങനെയാണ് അനന്തത്വഹാനി വരിക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ നിഗമ അപ്രമാണ എന്നുള്ള ആ ദോഷം എന്താണ് എന്നാണ്. ജഗത്ത് സത്യമായാൽ ഉപനിഷത്ത് വാക്യം ശരിയാകില്ല. ഉപനിഷത്ത് വാക്യം എന്താണ്? സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നാണ് ഉപനിഷത്ത് വാക്യം. അപ്പൊ അതിലെ അനന്തം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ 2 ഉണ്ട് എന്ന് വന്നാൽ ശരിയാവില്ല. അപ്പോ എന്തുണ്ടാവും? ഉപനിഷത്ത് അപ്രമാണം എന്ന് പറയും. പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആയിരിക്കണം അടിയുറച്ച് നിൽക്കേണ്ടത്. അപ്പോ അത് ശരിയല്ല എന്ന് തോന്നിയാലോ ശരിയാവത്തില്ല. അപ്പോ വേദം നുണ പറഞ്ഞു എന്ന് വരും. എങ്ങനെ? ജഗത് സത്യമാണ് എന്ന് പറഞ്ഞാൽ ജഗത്ത് എന്ന് പറഞ്ഞുണ്ട്, ബ്രഹ്മം എന്നുണ്ട്. അങ്ങനെ 2 അവിടെ ഉണ്ടെങ്കിൽ വേദം പ്രമാണമാകില്ല. കാരണം വേദം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ വേദം നുണയാവും. അത് ദോഷമല്ലേ? വേദം നുണയല്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ ദോഷം, ജഗത്ത് സത്യം എന്ന് വിശ്വസിച്ചാൽ രണ്ടാമത്തെ ദോഷം നിഗമ അപ്രമാണം. നിഗമഹ എന്ന് പറഞ്ഞാൽ വേദമാണ്. നിഗമം എന്ന് പറഞ്ഞാൽ വേദത്തിനെയാണ് നിഗമം എന്ന് പറഞ്ഞത്. അപ്രമാണഹ എന്ന് പറഞ്ഞാൽ പ്രമാണമല്ലാത്തത്. വേദം പ്രമാണമല്ലാതായി തീരും. എല്ലാത്തിൻ്റെയും പ്രമാണം വേദമാണ്. അപ്പൊ വേദം പ്രമാണമല്ലാതായി തീർന്നാ പറ്റുമോ? പറ്റില്ല. കാരണം അങ്ങനെ അപ്രമാണമായെങ്കിൽ എന്താ പിന്നെ വേദം എന്താ ജ്ഞാനം തരിക? നമുക്ക് ജ്ഞാനം തരാൻ പറ്റുമോ വേദത്തിന്? അപ്രമാണമായിട്ടൊന്നിന് ജ്ഞാനം തരാൻ പറ്റുമോ? പറ്റില്ല. ജ്ഞാനം കിട്ടിയില്ലെങ്കിൽ മോക്ഷവും മുക്തിയും ഉണ്ടാവില്ല. അപ്പോ അത് പറ്റില്ല. അപ്പൊ 2 എണ്ണായി. എന്ന് അനന്തത്വഹാനിയായി, പിന്നെ നിഗമ അപ്രമാണഹായി. ഇനി മൂന്നാമത്തത് എന്താണ് നോക്കാം. മൂന്നാമത്തത് പറയുന്നത് അസത്യവാദിത്വം അപി ഈശിതു സ്യാത് എന്ന് പറയുന്നു. വേദം മനുഷ്യ സൃഷ്ടിയല്ല എന്നല്ലേ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. വേദം ഈശ്വരന്റെ ശബ്ദമാണ്, ഈശ്വരനിൽ നിന്നുണ്ടായതാണ്. അത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു, അന്തരീക്ഷത്തിൽ എപ്പോഴും ഉണ്ട്. ഋഷിമാര് ലോകത്തിന്റെ ശാന്തിക്ക് വേണ്ടി എന്താണ് ഒരു മാർഗം എന്ന് ആലോചിച്ച് അവരിങ്ങനെ തപസ് ചെയ്തപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ ദർശനമുണ്ടായി. അവരുടെ സൂക്ഷ്മ ഇതിൽ കൂടി അവർക്ക് ലഭിച്ചതാണ് ഈ വേദം
അവർ കേട്ടതാണ്, അന്തരീക്ഷത്തിൽ മുഴങ്ങി അവർക്ക് കേട്ടു. അവർ അത് സ്വായത്വമാക്കി, ശ്രുതി കേട്ടാണ് അവർ മനസ്സിലാക്കിയ ആ ഭഗവാന്റെ ശബ്ദത്തെ. പിന്നെ അവരിൽ നിന്ന് ശിഷ്യന്മാരും അവരിത് ചൊല്ലുന്നത് കേട്ട് 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 അവരും പഠിച്ചു. പിന്നീട് എപ്പോഴൊരു കാലത്ത് ഈ കേൾവിയെ ആരോ എഴുതി, അങ്ങനെ ഗ്രന്ഥങ്ങളിലേക്ക് അത് വന്നു. അങ്ങനെയാണ് അതിന്റെ ആ വരവ്. അപ്പൊ വേദം ആരും സൃഷ്ടിച്ചതല്ല, ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്, മനുഷ്യ സൃഷ്ടിയല്ല. ഋഷി ദർശനം, ഈശ്വരവാണി എന്നൊക്കെ അതിന് പറയാം. ഈശ്വരൻ ലോകത്തെ സൃഷ്ടിച്ചു, എന്നാൽ ലോകത്തെ സൃഷ്ടിച്ചു എന്നും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നും ഭഗവാൻ പറഞ്ഞു. ലോകത്തെ സൃഷ്ടിച്ചു ഭഗവാൻ, മായാശക്തി ഉപയോഗിച്ച് ലോകം സൃഷ്ടിച്ച് അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. അതാണ് വേദം. അപ്പൊ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സത്യമാണോ എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് പറയാൻ പോകുന്നത്. ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്കൊരു മാനുവൽ കിട്ടും, ഇല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയാൽ നമുക്ക് എന്താ കിട്ടുക? കടയിൽ പ്രോഡക്റ്റിന്റെ കൂടെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതിയിട്ട് എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വാറണ്ടി ഒക്കെ പറഞ്ഞുകൊണ്ടൊരു കടലാസ് കിട്ടും. അതുപോലെയാണ് വേദം. ഈ ജഗത്ത് എന്ന് പറഞ്ഞൊരു സംഭവത്തെ മായാ സൃഷ്ടി കൊണ്ട് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുമ്പോൾ, നമ്മളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഉണ്ടെന്ന് തോന്നിപ്പിക്കുമ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചാലാണ് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവുക? നിങ്ങൾക്ക് കിട്ടിയിരുന്ന ശരീരം നിങ്ങൾക്ക് കിട്ടുന്നു, ഈ ശരീരം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കണം. ജീവിക്കുന്ന സമയത്ത് ഈ മായാപ്രപഞ്ചം അവിടെ ഉണ്ടാവും. ഈ മായാപ്രപഞ്ചത്തെ നിങ്ങൾ എങ്ങനെ കാണണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. യൂസർ മാനുവലാണ്. അപ്പോ സൃഷ്ടിക്കുന്ന ഒരാൾക്കല്ലേ അത് തരാൻ പറ്റുള്ളൂ. ഒരു മെഷീൻ ഉണ്ടാക്കുമ്പോൾ ആ മെഷീൻ ഉണ്ടാക്കിയ ഒരാൾക്ക് അതിന്റെ മാനുവൽ തരാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാൾക്ക് അതിന്റെ മാനുവൽ പറ്റില്ല. അപ്പൊ സൃഷ്ടി ആര് ചെയ്തോ അയാൾക്കല്ലേ ആ സൃഷ്ടിയെ കുറിച്ച് ഒരു മാനുവൽ തരാൻ പറ്റുള്ളൂ. സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ഒരു മാനുവൽ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ സൃഷ്ടിക്കകത്ത് ഉള്ളവരാണ്. അപ്പൊ നമുക്കൊരു മാനുവൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഭഗവാൻ പറ്റും, ഭഗവാനാണ് സൃഷ്ടികർത്താവ്. അതിനാൽ ഭഗവാന് ഒരു മാനുവൽ ഉണ്ടാക്കാം. മാനുവൽ ഉണ്ടാക്കി തന്നതാണ് ഈ പറഞ്ഞ വേദം. അപ്പൊ ജഗത് സത്യമായാൽ എന്താ ഉണ്ടാവുക? ജഗത് സത്യമാണ് എങ്കിൽ ഈശ്വരൻ നുണ പറഞ്ഞു എന്ന് വരും. കാരണം ഇവിടെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് മായാ പ്രപഞ്ചം ആണ്, ജഗത് മിഥ്യ ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോ ജഗത്ത് സത്യമാണ് എന്ന് നമ്മൾ വാദിച്ചാൽ ഇത് നുണ പറഞ്ഞു എന്ന് വരും. ലോകം സത്യമായാൽ ബ്രഹ്മം അനന്തമാകില്ലല്ലോ. അപ്പോഴാണ് വേദം തെറ്റ് എന്ന് വരിക. അപ്പോ വേദം പറഞ്ഞ ബ്രഹ്മം അനന്തം എന്നത് ശരിയാകില്ല. അങ്ങനെ ശരിയായാതിരുന്നാൽ എന്തായി? വേദം അസത്യമായി. അപ്പൊ ശരിയല്ല, അത് പറ്റില്ല. അപ്പൊ എല്ലാ തരത്തിലും നോക്കുമ്പോ ജഗത്ത് സത്യം, പരമാർത്ഥം എന്ന് നമ്മൾ എടുത്താൽ ഈ മൂന്ന് ദോഷങ്ങൾ അവിടെ ഉണ്ടാവും. ഒന്ന് അനന്തത്വഹാനി, അനന്തത്വം, സത്യം, അതായത് സത്യം ജ്ഞാനം അനന്തം എന്നുള്ള ആനന്ദം എന്നുള്ള അത് വേദത്തിന് നഷ്ടപ്പെടും. പിന്നെ വേദങ്ങൾ പ്രമാണമാണ്, ഉപനിഷത്ത് പ്രമാണമാണ്, എല്ലാത്തിൻ്റെയും പ്രമാണമാണ്. ആ പ്രമാണത്വവും നഷ്ടപ്പെടും, അപ്രമാണമായി തീരും. പിന്നെ ഈശ്വരനാണ് വേദം, വേദശബ്ദം ഈശ്വരന്റെ ശബ്ദമാണ്, വേദവാണി ഈശ്വരൻ്റെതാണ്. അതും തെറ്റെന്ന് വന്നാൽ എന്തായി? ഈശ്വരൻ തെറ്റാണ്, ഈശ്വരൻ നുണ പറഞ്ഞു എന്ന് വരും. വേദം തെറ്റെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഈശ്വരൻ നുണ പറഞ്ഞു എന്നല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് ദോഷങ്ങൾ വരും. പ്രപഞ്ചം സത്യമാണ്, നമ്മൾ ഈ അനുഭവിക്കുന്ന ലോകം സത്യമാണ്. ഇത് വളരെ ഗഹനമായ ആധ്യാത്മിക തത്വമാണ്. സാധാരണ നിലയ്ക്ക് നോക്കിയതൊന്നും മനസ്സിലാവത്തില്ല. അതെങ്ങനെയാ അനുഭവം, എങ്ങനെയാ അസത്യമാകണം എന്നുള്ളതിനൊക്കെ മറുപടിയൊക്കെ നമ്മൾ പഠിച്ചു കുറെ. അനുഭവം എങ്ങനെ അസത്യമാണെന്ന് പറയാം, സ്വപ്നത്തിലെ അനുഭവം സത്യമാണോ എന്നുള്ള സിമ്പിൾ ചോദ്യത്തിൽ കൂടെ അതിന്റെ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പെട്ടെന്നൊന്നും ഇത് ദഹിക്കാൻ പറ്റില്ല. വളരെ ഗഹനമായിട്ടുള്ള തത്വങ്ങളാണ്. ഒരുപാട് സാധനകൾ കൊണ്ടും അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടുമേ ഇത് മനസ്സിലാവും. അപ്പോ എന്താണ് അവിടെ പറഞ്ഞത്? അസത്യവാദിത്വം അപീഷിതു സ്യാദ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അസത്യവാദിത്വം അപീഷിതു സ്വാദ് അസ്യ
വാദിത്വം അപി ഈശിതു സ്യാദ് എന്ന് പറഞ്ഞു. അസത്യവാദിത്വം, നുണ പറയുന്ന സ്വഭാവം, ഈശിതു ഈശ്വരന്, ഈശിത ഈശ്വരനെ സംരക്ഷിക്കുന്നവന്, അപി സ്യാദ് അതും അങ്ങനെ ഉണ്ട് എന്ന് ആയിത്തീരും. ഈശ്വരനും നുണ പറയുന്നു എന്ന് വരും ജഗത് സത്യം എന്ന് നമ്മൾ വിശ്വസിച്ചാൽ. പിന്നെന്താ പറയണേ? ഏതത്രയം സാധുഹിതം മഹാത്മനാം, മഹാത്മനാം ഏതത്രയം സാധുഹിതം മഹാത്മനാം. അദ്ദേഹം പറഞ്ഞു ഈ മൂന്ന് ദോഷങ്ങളും ഇപ്പൊ പറഞ്ഞ അനന്തത്വഹാനി, അപ്രമാണം, ഈശ്വരൻ നുണ പറയുന്നു എന്നുള്ള മൂന്ന് ദോഷങ്ങൾ വന്നാൽ എന്താ ഉണ്ടാവുക? ന സാധു ദഹിതം, ഇത് ശരിയല്ല, നല്ലതും അല്ല. ആർക്ക്? ഈ മൂന്ന് ദോഷങ്ങളും നല്ലതല്ല, ഹിതമായിട്ടുള്ളതുമല്ല, ശരിയായിട്ടുള്ളതുമല്ല, ഹിതമായിട്ടുള്ളതുമല്ല. ആർക്ക്? മഹാത്മാക്കൾക്ക്. മഹാത്മാക്കളായിട്ടുള്ളവർ, അതായത് ജ്ഞാനികളാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, മുക്തി നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, മോക്ഷപദം സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ സത്യം എന്ന് വിശ്വസിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിച്ചാൽ ഈ മൂന്ന് ദോഷങ്ങളും അയാളെ ബാധിക്കും. അപ്പോൾ അയാൾക്ക് ഈ പറഞ്ഞ ഈ ജീവിതത്തിന്റെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം, ആത്മസാക്ഷാത്കാരം ലഭിക്കില്ല. അതുകൊണ്ട് പറയുന്നു മഹാത്മാക്കൾ, ഈ വഴിക്ക് പോകുന്നവരൊക്കെ മഹാത്മാക്കളാണ്. അതായത് മോക്ഷം നേടണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിച്ചു തുടങ്ങിയാൽ തന്നെ മഹാത്മാവാണ്. എൻ്റെ സാധാരണക്കാരന് പറ്റുന്നൊരു കാര്യമല്ലത്. അപ്പോ അങ്ങനെ ഈ മൂന്ന് ദോഷങ്ങളും ഈ മഹാത്മാക്കൾക്ക് ന സാധു നഹിതം. ശങ്കരാചാര്യ സ്വാമി പറയാൻ ഉദ്ദേശിച്ചത്, ഈ ശ്ലോകത്തിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? മെയിനായിട്ട് ജഗത്ത് സത്യം അല്ല. സത്യം എന്ന് വിചാരിച്ചാൽ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് കുറവുകൾ അനുഭവപ്പെടും. അതാണ് ഈ ശ്ലോകത്തിന്റെ മെയിനായിട്ടുള്ള ഒരു സന്ദേശം. ജഗത്ത് സത്യമാണ് എന്ന് വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചാൽ മൂന്ന് ദോഷങ്ങൾ നിങ്ങളുടെ കൂടെ കൂടും. അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക്, ആത്മസാക്ഷാത്കാരത്തിന്, ജ്ഞാനസമ്പാദനത്തിന് പറ്റിയതല്ല എന്നാണ് ആ ശ്ലോകത്തില് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അടുത്ത ശ്ലോകം നമുക്കൊന്ന് നോക്കാം. ഈശ്വരോ വസ്തുതത്വജ്ഞോ ന ചാഹം ദ്വേഷവസ്ഥിതഃ ന ച മത്സാനി ഭൂതാനി ഇത്യമേവ വ്യചീകതത്. ഈശ്വരോ വസ്തുതത്വജ്ഞോ ന ചാഹം ദ്വേഷവസ്ഥിതഃ ന ച മത്സാനി ഭൂതാനി ഇത്യേവമേവ വ്യചീകതത്. അത് ചില ബുക്കില് ക്ലിപ്പത് എന്നുണ്ട്, വ്യചീകതത്, വ്യചീക്ലപത് എന്നുമുണ്ട് ചില ബുക്കില്. ഈശ്വരൻ ജഗത് മിഥ്യ എന്ന് എവിടെ പറഞ്ഞു എന്നൊരു ചോദ്യം. ഈശ്വരൻ ജഗത് മിഥ്യ എന്ന് എവിടെ പറഞ്ഞു എന്നൊരു ചോദ്യം വന്നു. ഈശ്വരൻ ജഗത് മിഥ്യ എന്ന് എവിടെ പറഞ്ഞു? അങ്ങനെ സംശയം വന്നാൽ എന്താ ഉടനെ ചെയ്യേണ്ടേ? അതാ പറഞ്ഞ സ്ഥലമുണ്ട്, ഈശ്വരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഈശ്വരനാണല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ജഗത് മിഥ്യ എന്ന്. എവിടെ? ഭഗവത്ഗീതയില് 9-ാം അധ്യായത്തില് 4-5 ശ്ലോകങ്ങളുടെ സാരം. അതാണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികള് കോട്ട് ചെയ്തിരിക്കുന്നത്. 4-5 9-ാം അധ്യായത്തിലെ 4-5 ശ്ലോകങ്ങളുടെ സാരത്തെ ഇവിടെ ഈ ശ്ലോകത്തില് ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നു. 4-5 ശ്ലോകങ്ങളുടെ സാരത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജഗത് മിഥ്യ എന്നതിന് ഈശ്വരവാക്യത്തെ തന്നെയാണ് പ്രമാണമായിട്ട് എടുക്കുന്നത് ആചാര്യസ്വാമികൾ. ഈശ്വരവാക്യത്തെ തന്നെ പ്രമാണമായി എടുക്കുന്നു. കാരണം ഭഗവത്ഗീത ഭഗവാനാൽ നേരിട്ട് നൽകപ്പെട്ടത് എന്നാണല്ലോ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഭഗവാൻ നേരിട്ട് നൽകപ്പെട്ടത് അർജുനന് മാത്രമല്ല, അതിനു മുമ്പ് എത്രയോ പേർക്ക് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോ ജഗത് മിഥ്യ എന്നതിന് ഈശ്വരവാക്യത്തെ തന്നെ പ്രമാണമായിട്ട് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ കാണിക്കുന്നു. ഭഗവത്ഗീതയെ ഭഗവാൻ നേരിട്ട് നൽകപ്പെട്ടത് എന്ന് നാം വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ ഈശ്വരോ, അതായത് ഈശ്വര വസ്തുതത്വജ്ഞോ, വസ്തു തത്വജ്ഞ, ഈശ്വരൻ, ഈശ്വരനായ ശ്രീകൃഷ്ണൻ എന്നർത്ഥം. ഇവിടെ
ഈശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ പരമസത്യം അറിഞ്ഞവൻ, വസ്തുതത്വജ്ഞ, ബ്രഹ്മതത്വം അറിയുന്നവൻ, ബ്രഹ്മതത്വം അറിയുന്നവൻ ആ ഭഗവാനായ ശ്രീകൃഷ്ണൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ ശ്ലോകം? മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സാനി സർവഭൂതാനി ന ചാഹം ത്വേഷവസ്ഥിതഃ. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സാനി സർവഭൂതാനി ന ചാഹം ത്വേഷവസ്ഥിതഃ എന്നൊരു ശ്ലോകം. പിന്നെയോ നച മത്സാനി ഭൂതാനി പശ്യ മേ യോഗമൈശ്വരം ഭൂതഭൃന്നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. അങ്ങനെ ഒരു ശ്ലോകം, രണ്ട് ശ്ലോകമാണ്. നച മത്സാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നച ഭൂതസ്ഥോ മമ ആത്മാ ഭൂതഭാവന. നാലാമത്തെ ശ്ലോകത്തിന്റെ അവസാന വരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്താണ് എടുത്തിരിക്കുന്നത്? ഈശ്വരോ വസ്തുതത്വജ്ഞോ ന ചാഹം ത്വേഷവസ്ഥിതഃ ന ച മത്സാനി ഭൂതാനി ഇത്യമേവ വ്യചീകതത് ന ച അഹം തേഷു അവസ്ഥിതഃ, ന ചാഹം ത്വേഷവസ്ഥിതഃ എന്നുള്ളത്. അതായത് മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സാനി സർവഭൂതാനി ന ചാഹം ത്വേഷു അവസ്ഥിതഃ എന്നുള്ള നാലാമത്തെ ഗീതയിലെ 9-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകത്തിലെ അവസാന വരിയെയാണ് ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ എടുത്തത്. എവിടെ? ഈശ്വരോ വസ്തുതത്വജ്ഞോ ന ചാഹം തേഷു അവസ്ഥിതഃ, ന ചാഹം തേഷു അവസ്ഥിതഃ എന്നുള്ളത് ആ ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകത്തിന്റെ 4-ാമത്തെ വരിയായിട്ടുള്ളത്. അതാണ് ഭഗവാന്റെ തന്നെ വാക്യത്തെയാണ് ശങ്കരാചാര്യസ്വാമികള് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ജഗത്ത് സത്യമല്ല എന്നുള്ളത്. അപ്പോ മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന, അവ്യക്തമൂർത്തിയായ അവ്യക്തമൂർത്തിയായ എന്നാൽ ലോകം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെ? സർവവും വ്യാപിച്ചിരിക്കുന്നത് ബ്രഹ്മമയമാണല്ല, ഈശ്വരമയമാണല്ല. എല്ലാ സ്ഥലത്തും സർവവ്യാപിയാണ് ഭഗവാൻ, സർവ അന്തര്യാമിയാണ് ഭഗവാൻ, സർവവ്യാപിയാണ് ഭഗവാൻ. ഈശാവാസ്യമിതം സർവം, ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ കുറെ വായിച്ചത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥിരനിഷ്ഠ മനസ്സിന് കിട്ടില്ല. അതാണ് കുഴപ്പം. മായയുടെ ശക്തി കൊണ്ട് അറിയും, പക്ഷെ പിന്നെയും മറക്കും, അറിയും പിന്നെയും മറക്കും. പല കാര്യങ്ങളും വരുമ്പോ ഒട്ടും ഓർക്കില്ല. പ്രത്യേകം ഓർക്കാൻ വേണ്ടി ഇരിക്കുമ്പോ പുസ്തകമൊക്കെ പഠിച്ച് ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ എടുത്തിരിക്കുമ്പോൾ ഓർക്കും. പ്രാവർത്തികമായിട്ടുള്ള പദത്തിൽ വരുമ്പോ വീണ്ടും മറക്കും. മയാതതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന, അവ്യക്തമൂർത്തിയായ എന്നാൽ ലോകം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂതങ്ങൾക്കകത്ത് ഞാനല്ല, എന്നിൽ ഈ ഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. ഈ ഭൂതങ്ങൾക്കകത്ത് ഞാനല്ല, ഞാൻ ഈ ലോകത്തിനകത്തിരിക്കുകയല്ല ചെയ്യുന്നത്, എന്നിൽ ആണ് ഈ ലോകം സ്ഥിതി ചെയ്യുന്നത്. അതാണ് സർവവ്യാപി എന്ന് പറയുമ്പോൾ. സർവവ്യാപി എന്ന് പറയുമ്പോൾ എന്നിൽ ഈ ലോകം സ്ഥിതി ചെയ്യുന്നു, ഞാൻ ഈ ലോകത്തിനകത്തിരിക്കുന്നു, അങ്ങനെ ഒരാളല്ല ഭഗവാൻ. ഭഗവാനിലാണ് ഇത് മുഴുവൻ, എല്ലാം ഭഗവാനിൽ തന്നെയാണ്. അല്ലാതെ ഈ ലോകത്തിനകത്ത് ഭഗവാൻ ഉണ്ട് നമ്മൾ അങ്ങനെയാ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ അമ്പലത്തിൽ പോകുമ്പോൾ ഇവിടെ ഭഗവാനുണ്ട്, വേറൊരു സ്ഥലത്ത് ഭഗവാനുണ്ട്, അങ്ങനെ നമ്മൾ ഭഗവാനെ ചെറുതായിട്ട് കാണും. അങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ? അമ്പലത്തിൽ മാത്രമാണോ ഉള്ളേ? അല്ലല്ലോ. ആ വിഗ്രഹത്തിൽ മാത്രമാണോ? അല്ലല്ലോ. എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ കഴിവ് കുറവുണ്ട്, നമ്മുടെ അറിവ് കുറവുണ്ട്, നമ്മുടെ അജ്ഞാനം കൊണ്ട് നമുക്കിത് സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, ആ ഈശ്വരനെ പ്രാപിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ആ ഈശ്വരന്റെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക വിഗ്രഹത്തില് അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്ത് വേണമെങ്കിൽ ആകാം, വിഗ്രഹമോ അല്ലെങ്കിൽ വല്ല എന്താ പറയാ പടം, പിക്ചേഴ്സ്, ചില വൃക്ഷങ്ങള്, ചില കല്ലുകള്, വെറുതെ ഒന്നും കൊത്തിയൊന്നും വെച്ചിട്ടില്ലാത്ത വെറും കല്ലുകള്, അങ്ങനെ പലതിലും, ജലത്തില് പലതിലും നമ്മൾ ഈശ്വരനെ നമ്മൾ കാണും. പക്ഷെ സർവവ്യാപിത്വം നമ്മളിൽ വരില്ല. അതാണ് നമുക്ക് പറ്റുന്ന അബദ്ധം.
നമ്മളൊരു പ്രത്യേക പോയിന്റില് അവിടെ ചില മന്ത്രമൊക്കെ ജപിച്ച് ഈശ്വരനെ അവിടെ ക്ഷണിച്ച് ഇരുത്തി ഇവിടെ വന്ന് ഈ ഇവിടത്തെ ഭക്തജനങ്ങൾക്കൊക്കെ അനുഗ്രഹം നൽകണമേ എന്നുള്ളൊരു സങ്കല്പത്തിൽ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചൈതന്യം വന്നു എന്ന് നമ്മൾ സങ്കല്പിച്ച് ആ ചൈതന്യത്തെ മാത്രം നമ്മൾ ഈശ്വരനായി കാണും. അവിടെയാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. അത് ഒരു തരത്തില് ഒരു സ്റ്റെപ്പാണ്, വഴിയാണ്. പക്ഷെ അവിടെ നിന്നു പോകുന്നു, അതാണ് പ്രശ്നം. ഒരു വഴി ആവശ്യമാണ്. സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ അറിയാൻ ബുദ്ധിമുട്ടായതിനാൽ ആദ്യത്തെ പടിയായി ഏതെങ്കിലും ഒരു വിഗ്രഹത്തിലോ ഒരു പടത്തിലോ എന്തെങ്കിലും ഒരു വസ്തുവില് ഈശ്വരനെ സങ്കല്പിച്ച് അവിടെ ആ ചൈതന്യമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് ആ ചൈതന്യത്തെ അവിടെ എന്നും നിരന്തരമായി കണ്ട് ബോധ്യപ്പെട്ട് അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റെപ്പിൽ തന്നെ നിൽക്കും. ഈ ജീവിതം അങ്ങനെ അങ്ങ് തീർന്നു പോകും. പിന്നെയും ജന്മം വരും. ഇത് തന്നെ അങ്ങനെ ഈ സംഗതി ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഈശ്വരൻ ഉണ്ട് 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 എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പല സ്ഥലത്തും യാത്ര ചെയ്യുന്നത്. ഈ അമ്പലത്തിൽ പോയാൽ സംതൃപ്തി പോരാ, ഉടനെ വേറെ അമ്പലത്തിലേക്ക് പോയി. അവിടെ പോയാലും പോരാ, പിന്നെ ഉടനെ അങ്ങറ്റത്തെ നോർത്ത് ഇന്ത്യയിലെ കുറെ അമ്പലങ്ങളിലേക്ക് പോയി, അപ്പോഴും തൃപ്തി പോരാ. ഇങ്ങനെ തൃപ്തി ആകാതെ മരിച്ചു പോകും. തൃപ്തി ആകാതെ മരിച്ച മോക്ഷം കിട്ടുമോ? കിട്ടില്ല. തൃപ്തിയാണ് മോക്ഷം. നമ്മൾ പഠിച്ചല്ലോ, പൂർണ്ണ സംതൃപ്തിയാണ് മോക്ഷം. അതിനപ്പുറമൊന്നുമില്ല. പൂർണ്ണ സംതൃപ്തമായാൽ മോക്ഷമായി. അത് തന്നെയാണ് മോക്ഷം. ഒരാഗ്രഹങ്ങളും മിച്ചം വെക്കുന്നില്ല. അപ്പൊ കാരണ ശരീരം ഉണ്ടാകില്ല. അപ്പൊ കാരണ ശരീരം കൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പൊ ജന്മം കിട്ടി, ഇവിടെ വന്നു, അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് തീർന്നു. പക്ഷെ അനുഭവിക്കുന്ന സമയത്തൊക്കെ ആ ചെയ്യുന്ന കർമ്മങ്ങളെ എല്ലാം ഭഗവത് അർപ്പണമായി ചെയ്തു. എല്ലാ കർമ്മങ്ങളെയും ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്തു. അങ്ങനെ ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തെ ആഗ്രഹിച്ചില്ല. അതൊക്കെ അതിന്റെ സ്റ്റെപ്പുകള്. ഇപ്പൊ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെയും ഫലത്തെ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യേണ്ടതാണ്. ഈ ശരീരം കിട്ടി, ഈ പ്രാരബ്ധം ഞാൻ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലം എനിക്ക് വേണ്ട. ഫലമെല്ലാം ഭഗവാൻ തീരുമാനിച്ചാൽ മതി. ഭഗവാന്റെ പാദത്തിൽ ഇത് സമർപ്പിക്കുന്നു. എന്റെ ഈ ശരീരം തീരുന്നത് വരെയുള്ള എന്റെ എല്ലാ കർമ്മവും ഞാൻ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഇനി ഒരു ജന്മം വേണ്ട, എനിക്ക് പുണ്യവും വേണ്ട, പാപവും ഉണ്ടാകാതെ നോക്കണേ ഭഗവാനെ. ഞാൻ അറിഞ്ഞൊരു തെറ്റും ചെയ്യുന്നില്ല. എനിക്ക് പുണ്യം വേണ്ട. ഞാൻ ഒരു ആഗ്രഹവും ഭഗവാനോട് പറയുന്നില്ല. എനിക്കൊന്നും വേണ്ട. ഇപ്പോൾ കിട്ടിയുന്ന ഈ ശരീരത്തിൽ നിന്ന് ഈ എന്റെ ജീവൻ, ഞാൻ എന്ന ആത്മാ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ഈ ശരീരം വിടുമ്പോൾ ഇനിയൊരു ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിക്കാതിരിക്കണമേ ഭഗവാനെ. അതാണ് വേണ്ടത്. അപ്പോ അതിന് ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാ പറ്റുമോ? ആ ഒരു സ്ഥലത്ത് മാത്രം ഈശ്വരനെ കണ്ടാൽ പറ്റുമോ? ഇല്ല. അപ്പൊ ഉപനിഷത്ത് പറഞ്ഞു അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിയണം. അപ്പൊ പറഞ്ഞു, ഗുരു പറഞ്ഞു തത്വമസി, അത് നീ തന്നെയാണ്. അപ്പൊ നമ്മൾ പറയണം അഹം ബ്രഹ്മാസ്മി. എപ്പോ പറയണം? ഇതെല്ലാം മനസ്സിലാക്കി സ്വയം ആത്മാ എന്ന് തിരിച്ചറിയും. അതിനുള്ളതാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പുസ്തകവും അതാണ് ക്ലിയർ ആയിട്ട് പറയണത്. തത്വബോധവും വിവേക ചൂടാമണിയും ശരിക്കും നമ്മളെ ശരീരത്തെ കീറി മുറിച്ച് പറഞ്ഞു തരികയാണ്. ഈ ശരീരമല്ല നീ ഈ ശരീരമല്ല, ശരീരമല്ല, ശരീരമല്ല എന്ന് അടിവരയിട്ട് പറയുന്നു. പിന്നെന്ത് പറയുന്നു? എല്ലാ സ്ഥലത്തും ഈശ്വരൻ മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ വേറൊരു ശക്തിയും ഇല്ല. ഈശ്വരൻ മാത്രം, ഈശ്വരൻ മാത്രം, ഈശ്വരൻ മാത്രം. അതിനാൽ നീയും ഈശ്വരനാണ്. നീ ഈശ്വരനിൽ നിന്ന് ആണ് നിന്റെ ഉത്ഭവം. അതുകൊണ്ട് നീ ഈശ്വരൻ തന്നെ. സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണങ്ങളെല്ലാം സ്വർണം തന്നെ. കളിമണ്ണിൽ നിന്നുണ്ടായ പാത്രങ്ങളെല്ലാം കളിമൺ പാത്രങ്ങൾ തന്നെ. അതുപോലെ ഈശ്വരനിൽ നിന്നുണ്ടായ ഈ ജീവൻ, ഇതും ഈശ്വരൻ തന്നെ. അതിനെ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പോ അതിന്റെ ചില ബാക്കി ഭാഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 4-ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയെ പറയുന്നു, നച അഹം തേഷു അവസ്ഥിതഃ മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന. അവ്യക്തമൂർത്തിയായ എന്നാൽ ലോകം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂതങ്ങൾക്കകത്ത് ഞാൻ അങ്ങനെ വിശ്വസിക്കരുത്. എന്നിലാണ് ഇതെല്ലാം നിൽക്കുന്നത് എന്നറിയുക. നച അഹം തേഷു അവസ്ഥിതഃ, പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ഇവയ്ക്കുള്ളിൽ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയല്ല എന്നെ കാണേണ്ടത്. ഇവയെ ചേർന്നിരിക്കുന്നവനുമല്ല. ഇനി അതിനെ ചേർന്ന്, അതുമായിട്ട് ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ശക്തിയാണോ ഈശ്വരൻ? ലോകത്തിൽ ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണോ? അതുമല്ല. പിന്നെയോ എല്ലാം എന്നിലാണ്, സർവവും എന്നിലാണ്.
എന്നാണ് ഈശ്വരൻ ഇവിടെ പറയുന്നത്. ഉടനെ 5ാമത്തെ ശ്ലോകത്തിൽ വേറൊരു കാര്യം കൂടെ പറയും. എന്താ പറയുക? ഇതിന് വിപരീതമായിട്ടൊരു കാര്യം പോലെ വരും അവിടെ. നചമത്സാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം. എന്താണ് പറയുന്നത്? നച മത്സാനി ഭൂതാനി, ഭൂതങ്ങൾ എന്നിലുമില്ല എന്ന് പറഞ്ഞു. അടുത്തത് ഈ ഭൂതങ്ങൾ എന്നിലുമില്ല എന്നും പറഞ്ഞു. അതെങ്ങനെയാ? അതെന്താ അങ്ങനെ പറയണേ? ഈ പഞ്ചഭൂതങ്ങളൊന്നും എന്നിലില്ല എന്ന് പറയണേ? ആദ്യം പറഞ്ഞു ഇതിൽ മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കുകയാണ്, അങ്ങനെ സർവവ്യാപിയായിട്ട് എന്നെ കാണണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഭൂതങ്ങൾ എന്നിലുമില്ല എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ രഹസ്യം? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ഭഗവാൻ ആ പറഞ്ഞതിന്റെ രഹസ്യം? നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ ഭഗവാൻ പറഞ്ഞതെന്ന് അറിയണമല്ലോ. ആദ്യം പറഞ്ഞു നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്നെ കാണരുത് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ സർവസ്ഥലത്തും നിറഞ്ഞിരിക്കുന്നു, എന്നിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു നച മത്സാനി ഭൂതാനി, ഭൂതങ്ങൾ എന്നിലും ഇല്ല എന്ന്. അതെന്നാ അങ്ങനെയായേ? അപ്പൊ നേരെ എതിരല്ലേ നേരത്തെ പറഞ്ഞതിന്റെ? അതെ, കാരണം ശരിക്കും ഉള്ളതല്ല ഭൂതങ്ങളൊന്നും. അത് യോഗമായയുടെ വികൃതിയാണ്, ഭഗവാന്റെ തന്നെ ശക്തിയായ യോഗമായ. അതാണ് ഈ പഞ്ചഭൂതം അതൊക്കെ ആയി ഇങ്ങനെ നമുക്ക് തോന്നിയത്. അതുണ്ടായി, ഇതുണ്ടായി, മറ്റതുണ്ടായി, മറിച്ചതുണ്ടായി, ആദ്യം കാരണ ശരീരം ഉണ്ടായി, ഇങ്ങനെ പലതും ഉണ്ടായി വരുന്നത് ശരീരം ഉണ്ടായി, ഭൂതങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ആരുടെ കളിയാണ്? അതെല്ലാം മായാശക്തിയാണ്. ഭഗവാൻ അങ്ങനെ അല്ലെ, ഈക്ഷത എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി, സൃഷ്ടി തുടങ്ങി, അങ്ങനെയുള്ളൂ. അപ്പൊ അതിനാരെ ഉപയോഗിച്ച്? അതിനുപയോഗിച്ച ശക്തിയാണ് മായ എന്ന് പറഞ്ഞ ഭഗവാന്റെ തന്നെ ശക്തിയെ. അപ്പൊ എന്റെ യോഗമായയെ നീ കാണൂ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ശ്ലോകത്തിലോ ആദ്യത്തെ വരിയിൽ എന്താ ഭഗവാൻ പറഞ്ഞ? ഈ ശ്ലോകത്തില് ഈശ്വരോ വസ്തുതത്വജ്ഞോ നചാഹം ത്വേഷവസ്ഥിത എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഈ ശ്ലോകത്തിൽ ആദ്യത്തെ വരിയിൽ ഭഗവാൻ പറഞ്ഞു നചാഹം ത്വേഷവസ്ഥിത, ഞാൻ അവയ്ക്കുള്ളിലില്ല എന്ന് പറഞ്ഞു. ഞാൻ അവയ്ക്കുള്ളിലില്ല എന്നിവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. രണ്ടാമത്തെ വരിയില് നച മത്സാനി ഭൂതാനി എന്ന് അവിടെ പറഞ്ഞു ഇല്ലേ? നച മത്സാനി ഭൂതാനി എന്ന് 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഗീതയിലെ 9ാം അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകാനി. അവ എന്നിലും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെയോ ഇതി ഏവമേവ വ്യജീകൃപത്, ഇതി ഏവമേവ വ്യജീകൃപത്, വ്യജീകഥത് രണ്ടുമാകാം. അപ്പോ ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതി ഏവമേവ വ്യജീകൃപത് അല്ലെങ്കിൽ വ്യജീകഥത്, ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു, ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു, അതായത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. കളിമണ്ണും പാത്രങ്ങളും നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെ. പിന്നെന്താ പറയുന്നത്? ഇത് ഏവമേവ വ്യജീകൃപത്, ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു, വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. പിന്നെ കളിമണ്ണും പാത്രങ്ങളുടെ ഉദാഹരണം പോലെ തന്നെ കളിമൺ പറയുന്നു ഞാൻ എല്ലാ പാത്രത്തിലും ഉണ്ട്, അല്ലെ? കളിമൺ എന്താ പറയാ? ഞാൻ എല്ലാ പാത്രത്തിലും ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ പാത്രങ്ങളിൽ ഞാൻ ബന്ധിതനല്ല, അങ്ങനെ പറയുന്നുണ്ട്. പാത്രങ്ങളിൽ ഞാൻ ബന്ധിതനല്ല, പാത്രങ്ങളിൽ ഞാനില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ സാരം എന്താ? പാത്രങ്ങളിൽ ഞാനില്ല. അതുപോലെയാണല്ലോ ഇപ്പൊ ഭഗവാൻ പറഞ്ഞു. അപ്പൊ എന്താ അത് മനസ്സിലാക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്താണ് സാരം? പാത്രം ഉടഞ്ഞു പോയാലും കളിമൺ ഉണ്ട്, പാത്രം ഉടഞ്ഞു പോയാലും കളിമൺ ഉണ്ട്. എന്നാൽ കളിമൺ ഇല്ലെങ്കിൽ പാത്രം ഇല്ല. അതാണ് അതിന്റെ സാരം. പാത്രം ഉടഞ്ഞു പോയാൽ എന്തുണ്ടാവും? കളിമണ്ണുണ്ടല്ലോ. കളിമൺ ഇല്ലെങ്കിൽ പാത്രമുണ്ടോ? കളിമൺ ഇല്ലെങ്കിൽ പാത്രമുണ്ടോ? ഇല്ല. കളിമണ്ണാണല്ലോ പാത്രം ഉണ്ടാക്കി. അപ്പൊ കളിമണ്ണില്ലെങ്കിൽ പാത്രമില്ല. അതാണ് പാത്രങ്ങളിൽ ഞാൻ ബന്ധിതനല്ല, പാത്രങ്ങളിൽ ഞാനില്ല എന്ന് പറയുന്നതിന്റെ കാര്യം. അതായത് കളിമണ്ണില്ലെങ്കിൽ പാത്രം ഇല്ല. അതായത് പാത്രം സ്വതന്ത്രമല്ല. കളിമൺ പാത്രം എന്ന് പറഞ്ഞാൽ പാത്രം സ്വതന്ത്രമല്ല, അത് കളിമണ്ണിനെ ചേർന്നിരിക്കുന്നു. പാത്രം എന്നുള്ളത് കളിമൺ. എന്താണ് പാത്രം? നാമരൂപം. അത് എന്തിനെ ചേർന്നിരിക്കുന്നു? കളിമണ്ണിനെ ചേർന്നിരിക്കുന്നു. കൂടുതൽ കൂടുതൽ നന്നായിട്ട് ചിന്തിച്ചാൽ എന്താ മനസ്സിലാവുക? ഈ പാത്രം, നമ്മൾ കളിമൺ പാത്രത്തിൽ കളിമണ്ണ് എടുത്ത് പാത്രം ഉണ്ടാക്കിയ പാത്രം എന്ന് പറഞ്ഞത് എന്താണ് ശരിക്കും?
ഒരു നാമരൂപം മാത്രമാണ്. ആഭരണങ്ങൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയുമ്പോ ആ ആഭരണങ്ങൾ, ഇപ്പൊ വള, കമ്മല്, മോതിരം, മൂക്കുത്തി, ഇതൊക്കെ എന്താണ്? മാല, ഇതൊക്കെ എന്താണ്? നാമരൂപങ്ങൾ മാത്രമാണ്. കളിമണ്ണിനെ ഉപേക്ഷിച്ച് പാത്രം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സ്വർണം ഉപേക്ഷിച്ചാൽ പിന്നെ അവിടെ ആഭരണം ഉണ്ടാകുമോ? സ്വർണമില്ലെങ്കിൽ ആഭരണം ഉണ്ടോ? ഇല്ല. അപ്പൊ കളിമണ്ണിനെ അവിടെ വെച്ചിട്ടേ ഇത് ഈ പാത്രം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ആഭരണത്തിന്റെ കാര്യത്തിൽ തന്നെ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ആയിക്കോട്ടെ എടുത്തോളൂ, സ്വർണം അവിടെ വെച്ചോളൂ കേട്ടോ, ആഭരണം കൊണ്ടുപോക്കോളൂ, ഈ കമ്മല് നന്നായിട്ടുണ്ട്, ഇതെനിക്ക് തരാവോ? തരാലോ. പക്ഷെ സ്വർണം തരാൻ പറ്റില്ല. ആഭരണം തരാം, സ്വർണം തരാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ നമുക്ക് കമ്മൽ എന്നുള്ളതിന് സ്വർണ്ണക്കമ്മലിലെ സ്വർണത്തെ ഉപേക്ഷിച്ച് സ്വർണ്ണ കമ്മലിനെ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. പാത്രമില്ലാതെ വെള്ളം എടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അതായത് പാത്രം എന്ന് മാത്രമായി ഒന്നില്ല. അതാണ് ജഗത്തിന്റെ കാര്യം പറയണേ. പാത്രം മാത്രം ആയി ഒന്നില്ല. അത് എന്നിലുമില്ല എന്ന് കളിമൺ പറയുന്നു. എന്നിൽ പാത്രമില്ല എന്ന കളിമൺ പറയുന്നു. അത് എന്നിലും ഇല്ല എന്ന് കളിമൺ പറയുന്നുണ്ട്. കാരണം അതൊരു നാമരൂപം മാത്രമാണ്. അത് എന്നിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതൊരു നാമരൂപം മാത്രം. എപ്പോ വേണമെങ്കിൽ ഇല്ലാണ്ടാകാം. അതൊരു നാമരൂപം മാത്രം. അപ്പൊ അതിനെ സത്യമായി കാണരുത് എന്നാണ് പറയുന്നത്. അതുപോലെ ഭഗവാൻ പറയുന്നു, എല്ലാ ജീവരാശികളിലും ഞാനുണ്ട്. എല്ലാ ജീവരാശികളിൽ, പ്രപഞ്ചത്തിൽ മുഴുവൻ ഞാനുണ്ട്. എന്നാൽ അവയ്ക്കുള്ളിൽ ഞാനാണ് എന്ന് വിചാരിച്ചിരിക്കരുത്. അതേത് സമയവും ഇല്ലാതെ കണ്ടാകാം. ഞാൻ എന്നുള്ള സംഗതി അവിടെയുണ്ട്. നാമരൂപങ്ങൾ ഏതു സമയവും ഇല്ലാതെ കണ്ടാകാം. ഇവയെല്ലാം വെറും നാമരൂപങ്ങളാണ്. നമ്മൾ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ നാമരൂപങ്ങൾ മാത്രമാണ്. നമ്മൾ പഠിച്ചല്ലോ, അതിന് നാശമുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. പക്ഷേ അതിന്റെ പുറകിലുള്ള ആ ശക്തി നശിക്കുമോ? ഇല്ല. ആ ശക്തി അവിടെയുണ്ട്. ആ ശക്തി നമുക്ക് തോന്നിപ്പിക്കുന്നു ഇതെല്ലാം ഉണ്ട് എന്ന്. കുറെ കഴിയുമ്പോൾ ഇത് ഇല്ലാണ്ടാകുന്നു. അപ്പോഴും ആ ശക്തി അവിടെയുണ്ട്. ഈ ശക്തി തന്നെയാണ് നമുക്കിത് തോന്നിപ്പിക്കുന്ന ശക്തി. അപ്പൊ ജഗത്ത് നാമരൂപം എന്ന് ഇവിടെ ഭഗവാൻ തെളിയിക്കുന്നുണ്ട്. ഈ ശ്ലോകങ്ങളിൽ കൂടി ജഗത്ത് നാമരൂപം മാത്രമാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. അപ്പോ ഈ മൂന്ന് ദോഷങ്ങൾ നോക്കിയാൽ വേദം തെറ്റാണ്, ഈശ്വരൻ നുണ പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നാമരൂപങ്ങൾ ഉണ്ട് ഇവിടെ. അത് നാമരൂപം മാത്രമാണ് എന്ന് തിരിച്ചറിയണം. അതാണ്, നാമരൂപങ്ങൾ ഉണ്ട്, അത് സത്യമാണെന്ന് വിചാരിക്കരുത്. നാമരൂപങ്ങൾ മിഥ്യയാണ്, അത് പോകും. യഥാർത്ഥമായിട്ട് ഇവിടെ ഉള്ളതല്ല, എന്നും നിലനിൽക്കുന്നതല്ല. ഉണ്ടെന്ന് തോന്നിക്കുന്നതും യഥാർത്ഥത്തിൽ ഇല്ലാത്തതും ആണ്. ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമുക്കെല്ലാ അനുഭവത്തിലെല്ലാം ഉണ്ടെന്നു. യഥാർത്ഥത്തിൽ ഇല്ലെന്ന് ആര് പറഞ്ഞു തരുന്നു? ശാസ്ത്രം പറഞ്ഞു തരുന്നു. എങ്ങനെ പറഞ്ഞു തരുന്നു? ഈ പറഞ്ഞ വഴികളിൽ കൂടി പറഞ്ഞു തരും. അപ്പോ വേദം നുണയല്ല, ഭഗവാൻ നുണ പറഞ്ഞിട്ടില്ല. വേദം പ്രമാണം തന്നെ. വേദം പ്രമാണം, അപ്രമാണം നേരത്തെ പറഞ്ഞല്ലോ, അപ്രമാണമാകാൻ പാടില്ലല്ലോ. വേദം പ്രമാണം തന്നെ എന്ന് ഇവിടെ തെളിയിക്കുകയാണ് ഈ ശ്ലോകങ്ങളെ കൊണ്ട്. ഈ മൂന്ന് ദോഷവും വെച്ച് നോക്കുമ്പോ ഭഗവാൻ നുണ പറഞ്ഞിട്ടില്ല. വേദം പ്രമാണം തന്നെയാണ്. വേദം പറയുന്നത് ശരി തന്നെയാണ്, തെറ്റില്ല വേദം പറയുന്നതില്. വേദം പറയുന്ന ശരി, ബ്രഹ്മം അനന്തം എന്നുള്ളതിന് പൂർണ്ണമായിട്ട് വേദം പിന്തുണയ്ക്കും. വേദം പറയുന്നത് ശരി തന്നെ എന്നിവിടെ ശങ്കരാചാര്യ സ്വാമികള് നമുക്ക് ക്ലിയർ ആക്കി തന്നു. ഭഗവാൻ സത്യം പറഞ്ഞതിനാൽ വേദേ പ്രമാണം വേണ്ടല്ലോ. ഈശ്വരൻ തന്നെ വേദം പറഞ്ഞ ഈശ്വര ശബ്ദമാണ് വേദം. ഇനി വേറൊരു പ്രമാണം എന്തിനാ? വേറൊരു തെളിവ് വേണ്ടല്ലോ. വേദം പ്രമാണമായതിനാൽ ബ്രഹ്മം അനന്തം. വേറെ നമുക്കൊരു പ്രമാണവും ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ വേദാന്തം പഠിക്കുന്നവർക്ക് ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ, വേദം, ഉപനിഷത്തൊക്കെ. വേദാന്തം വേദത്തിലെ ഭാഗമാണ്, ഉപനിഷത്ത് വേദാന്തമാണ്. ഉപനിഷത്ത് വേദം മാത്രമാണ് നമുക്ക് ആധാരം. എല്ലാത്തിൻ്റെയും അതിൻ്റെ ആധികാരികത നമുക്ക് കിട്ടുന്നത് വേദത്തിൽ നിന്നാണ്. വേദത്തെ പൂർണ്ണമായി വിശ്വസിച്ചാണ് ആധ്യാത്മിക സഞ്ചാരം നമ്മൾ നടത്തുന്നത്. ആ ലോകത്തിൽ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് വേദത്തെ കയ്യിലെടുത്തുകൊണ്ടാണ്, വേദത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പോ വേദമാണ് പ്രമാണം. അതിനാൽ വേദത്തിൽ പറയുന്ന ബ്രഹ്മം അനന്തം എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളണം. ജഗത് സത്യമായാൽ ഈ ബ്രഹ്മം അനന്തം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അനന്തമല്ലല്ലോ.
നാമരൂപങ്ങൾ വന്നും പോയും ഇരിക്കുന്നു. ജഗത്ത് എന്ന് പറഞ്ഞാൽ നാമരൂപമാണ്, അത് വന്നും പോയും ഇരിക്കുന്നു. അപ്പൊ എങ്ങനെ അനന്തമാകുക? അനന്തമാകില്ല. പക്ഷെ ബ്രഹ്മം അനന്തമാണെന്ന് വേദം പറയുന്നു. ശരിയാണ്. എങ്ങനെ നോക്കുമ്പോ എല്ലാത്തിലും ഒരു ശക്തി നിൽപ്പുണ്ട്. അതിന് നാമരൂപങ്ങൾ വരുന്നു പോകുന്നു. പക്ഷെ ആ ശക്തിയാണ് ഈ നാമരൂപങ്ങൾക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. ഈ നാമരൂപങ്ങളെ ഇവിടെ കാണിക്കുന്നതും ആ ശക്തി തന്നെയാണ്. ഇതിനെ ഇവിടെ ഇല്ല എന്ന് കാണിക്കുന്നതും ആ ശക്തി തന്നെയാണ്. അപ്പൊ ആ ശക്തിയെയാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ, നാമരൂപങ്ങളെ അല്ല നമ്മൾ വിശ്വസിക്കണ്ടേ, ആ ശക്തിയെ വിശ്വസിക്കണം. അതാണ് വേദം പറയുന്നത്. വേദം എന്നാൽ ശ്രുതി. വേദത്തിന് എന്താ പറയാ? ശ്രുതി. ദർശനം കിട്ടിയതല്ലേ ഋഷിമാർക്ക്, ഭഗവാന്റെ ശബ്ദം, അത് ശ്രുതി. ഗീതയ്ക്ക് എന്ത് പറയും? സ്മൃതി. ഗീതയ്ക്ക് സ്മൃതി എന്നാ പറയുക. അപ്പൊ ശ്രുതിയും സ്മൃതിയും ബ്രഹ്മമനന്തം എന്ന് പറയുന്നു. ശ്രുതിയില് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സ്മൃതിയായ ഗീതയില് ഭഗവാൻ നേരിട്ട് അവതരിച്ച് വന്നിട്ട് സ്മൃതി എന്നാണ് ഗീതയ്ക്ക് പറയുന്നത്. അപ്പോ അതിലും ബ്രഹ്മമനന്തം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഇങ്ങനെ രണ്ട് കാര്യം എല്ലാം വെച്ച് നോക്കുമ്പോ ജഗത് മിഥ്യ എന്നുള്ളത് തന്നെയാണ്. ജഗത് സത്യം എന്ന് വിശ്വസിച്ചാൽ ഈ ദോഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ജഗത് സത്യം എന്ന് വിശ്വസിക്കരുത്. അടുത്ത ശ്ലോകത്തിൽ ആചാര്യസ്വാമികള് ജഗത് മിഥ്യ എന്നതിന് ഒരു അനുമാന പ്രമാണം കൂടെ പറയുന്നുണ്ട്. യുക്തി. ബ്രഹ്മസത്യം എന്ന് തെളിയണമെങ്കിൽ ജഗത് മിഥ്യ എന്ന് ഉറപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. 72ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. എല്ലാവർക്കും സായിറാം. ഇത് ഇങ്ങനെ ഇത്തിരി എന്താ പറയാ, ഗഹനമായ കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നത്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിത് കേട്ടില്ലെങ്കിൽ, ഈ ഗഹനമായ കാര്യങ്ങളിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ അന്തിമമായ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ജ്ഞാനം പൂർണ്ണമാകാനായിട്ട്, ഒരു മോക്ഷപ്രാപ്തിക്ക് എന്തെങ്കിലും അർഹത കിട്ടണമെങ്കിൽ ഈ വഴിയിൽ കൂടെ പോയേ പറ്റുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണം. ഈ ജഗത് സത്യം എന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ഉണ്ടാകില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഇത് അങ്ങനെ പറ്റുമോ, അങ്ങനെ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റുമല്ലോ. മെല്ലെ മെല്ലെ ചിന്തിച്ച് പറ്റും. നമ്മുടെ ശരീരം തന്നെ നോക്കൂ, എന്ത് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. എന്തെല്ലാം ഉണ്ടായിരുന്നു, എന്തെല്ലാം പോയി, ഇനി എന്തെല്ലാം നഷ്ടപ്പെടും. പക്ഷെ ഞാൻ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഉറക്കത്തിൽ ഞാനുണ്ടല്ലോ, ഇല്ലേ? ഞാനല്ലേ ഉറങ്ങുന്നേ, സുഖമായി ഉറങ്ങുന്നത് ഞാനല്ലേ. ആ ഞാനുണ്ടല്ലോ. ഇതേ സംഭവം തന്നെ ഈ ശരീരം പോകുന്ന ആ മരണം എന്ന പ്രക്രിയയിലും ഞാൻ ഉണ്ടായിരിക്കും. അത് ബോധ്യം വരണം. ഞാൻ പോവുക എന്ന് പറയണ്ട ആരോടും. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഈ ശരീരം പോകും, അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞങ്ങോട്ട് ഉറക്കണം. എപ്പോ വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ ഈ ശരീരമൊക്കെ പോകാം കേട്ടോ. അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയാം, ഈ ശരീരം എപ്പോ വേണമെങ്കിൽ പോകാം. അങ്ങനെ പറഞ്ഞത് ഉറക്കണം ഉള്ളില്. അപ്പം നമുക്ക് തന്നെ ബോധ്യം വരും, ഞാൻ എങ്ങും പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പോകും, ഞാൻ പോകും എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അത് എപ്പോഴും ഓർക്കുക. ഒന്ന് പരസ്പരം ആരോടെങ്കിലൊക്കെ പറയാ, ഏറ്റവും ലോഹിയായിട്ടുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയാ, ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, അസുഖമൊക്കെ ഉണ്ട്, ഇങ്ങനെ പല അസുഖങ്ങളൊക്കെ ഉണ്ട്, എപ്പോ വേണമെങ്കിൽ ഈ ശരീരം പോകാം എന്ന് പറഞ്ഞ് ശീലിക്കാം. അല്ല എപ്പോ വേണമെങ്കിൽ എനിക്ക് മരണം വരാൻ കേട്ടോ, അങ്ങനെ പറയണ്ട. എന്തിനങ്ങനെ പറയണേ? എനിക്ക് മരണമില്ല, ഞാൻ അമൃതസ്വരൂപനാണെന്ന് ഭഗവാൻ പറഞ്ഞത്. എല്ലാവരും അമൃതസ്വരൂപികളാണ്. അമൃതസ്വരൂപി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമൃതമാണ്, ഒരിക്കലും നാശമില്ലാത്തതാണ്. അമൃതം, മരിക്കാത്തതാണ്. അപ്പോ അവനവൻ തിരിച്ചറിയുക. നമ്മൾ ആരും മരിക്കുന്നില്ല, നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും, എങ്ങും പോകത്തില്ല. നമ്മളുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അതേ ശക്തി തന്നെയാണ്. നമ്മൾ ആ ശക്തിയാണെന്ന് തിരിച്ചറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. നമുക്കറിയണം. ഈ ശരീരത്തിനകത്തിരുന്നു കൊണ്ട് തന്നെ അറിയാൻ പറ്റുമെന്ന് ആചാര്യന്മാര് കാണിച്ചു തന്നിരിക്കുന്നു. എത്രയോ പേര് ഈ ശരീരത്തിനകത്തിരുന്ന്, എത്രയോ ഗുരുക്കന്മാര് ഇപ്പോഴും ഉണ്ട്. ഈ ശരീരത്തിനകത്തിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഈ ശരീരമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന മഹാത്മാക്കൾ ധാരാളം ഉണ്ട്. ഇതിപ്പോ കുംഭമേളയൊക്കെ വരാൻ പോകും. അതിന്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം യൂട്യൂബില്. എന്താ അതൊന്ന് കണ്ടു നോക്കിയാലേ അറിയുള്ളൂ ഇതിന്റെ ഈ വേദാന്തത്തിന്റെ ഒക്കെ ഒരു മഹത്വം. എത്ര പേരാ അവിടെ സന്യാസിമാര് അത് പറയുന്ന കേൾക്കുന്നത്. എവിടുന്നാണ് ഈ കോടിക്കണക്കിന് സന്യാസിമാര് വരുന്നത്? ഇവരെവിടെ പോകുന്നു? കുംഭമേള കഴിഞ്ഞ് കുംഭമേളയ്ക്ക് എവിടുന്ന് വരുന്നു ഒരു നിശ്ചയമില്ലെന്നാ പറയുന്നത്. ശരിക്കും നമുക്ക് നോക്കിയാലും മനസ്സിലാവും എവിടുന്നാ വരുന്നതെന്നൊരു പിടിയില്ല. എന്ത് മനുഷ്യരാ എന്ത് സന്യാസിമാരാ വരുന്നത്. അപ്പോ അത്ഭുതം തന്നെയാണ് അതൊക്കെ. അപ്പോ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്.
അങ്ങനെ ജീവിക്കുന്നവർ എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ ശരീരമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അവരൊരു ആനന്ദം അനുഭവിക്കുന്നുണ്ടാകാം, നമുക്കറിയാൻ പറ്റില്ല, അവർ പറയത്തില്ലല്ലോ, പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തുമില്ല. അവരൊരു ആനന്ദത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരിങ്ങനെ ഒന്നും അറിയാതെ ഒരു ആനന്ദത്തിൽ ശരീരപാദം വരെ അവരെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരീരം പോയാൽ പിന്നെ ഒരു ശരീരം അവർക്ക് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഇവിടെയൊക്കെ പറഞ്ഞു തരുന്നത്, ഈ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മൾ ആരെ, ഇത് തന്നെ അവസാനം വന്ന് നിൽക്കുന്നത് അവിടെ തന്നെയാണ്. നമ്മുടെ രമണ മഹർഷി പറയുന്ന പോലെ, ഞാൻ ആര് എന്നറിഞ്ഞാൽ സകല ശോകത്തിനും പരിഹാരമാകും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. എപ്പോ ഞാൻ ആര് തിരിച്ചറിയുക. അത് നന്നായിട്ട് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത് എത്രയോ രീതിയിൽ നമ്മളെ പറഞ്ഞു തന്നു. ആദ്യം 3 ശരീരം എന്നുള്ള രീതിയിൽ പറഞ്ഞു, പിന്നെ അതും മനസ്സിലാവാത്തവർക്ക് 5 കോശങ്ങൾ എന്നുള്ളത് പറഞ്ഞു തന്നു. അങ്ങനെ എന്തെല്ലാം വഴികളിൽ കൂടെ പറഞ്ഞു തരുന്നേ. അപ്പൊ ഇത് മനനം ചെയ്ത് ഉറക്കുക. ഈ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പേ തന്നെ ഇത് ഉറയ്ക്കണം. ഞാൻ മരിക്കുന്നില്ല എന്ന് ഉറയ്ക്കണം. ഞാൻ എന്നും ഉള്ളതാണ്, ഞാൻ അമൃതസ്വരൂപനാണ്, ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരം എനിക്ക് എപ്പോഴോ കിട്ടി, എപ്പോഴോ പോവും, ഇനി എനിക്ക് വേണ്ട. എൻ്റെ കണ്ണുകൊണ്ട് ഇനി എനിക്കൊന്നും കാണാനില്ല, എൻ്റെ മൂക്കുകൊണ്ട് എനിക്ക് ഇനി വലിയ ഗന്ധങ്ങളൊന്നും മനസ്സിലാക്കാനില്ല, എൻ്റെ നാക്കുകൊണ്ട് ഇനി എനിക്ക് ഒരുപാട് സ്വാദുകളൊന്നും അറിയാത്തത് ഇനി അറിയണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല, എൻ്റെ ചെവി കൊണ്ട് ഇനി എനിക്ക് ധാരാളം അത് കേൾക്കണം, ഇത് കേൾക്കണം, നാരായണം കേൾക്കണം, ഭാഗവതം കേൾക്കണം, മന്ത്രം കേൾക്കണം, ശ്രീരുദ്രം കേൾക്കണം, ഒന്നുമില്ല, എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ ഈ ഇന്ദ്രിയം എനിക്കിനി വേണ്ട, എനിക്കതുകൊണ്ട് എനിക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാൻ പറ്റില്ലല്ലോ ഈശ്വരനെ. ഏതെങ്കിലും ഇന്ദ്രിയം കൊണ്ട് ഈശ്വരൻ നേടാൻ പറ്റുമോ? പറ്റില്ല. ഇന്ദ്രിയത്തിന് അതീതനാണ് ഭഗവാൻ, ഇതിനപ്പുറമാണ്. ഇന്ദ്രിയം കൊണ്ട് നേടാവുന്നതല്ല ഭഗവാൻ. ഇന്ദ്രിയങ്ങളൊക്കെ നശിച്ചു പോകും. ഇന്ദ്രിയത്തെ ഇന്ദ്രിയമാക്കി പ്രവർത്തിപ്പിക്കുന്ന ശക്തിയാണ് ഭഗവാൻ, ഇന്ദ്രിയമല്ല. അപ്പൊ ഇന്ദ്രിയത്തെ പ്രവർത്തിക്കുന്ന ശക്തിയെ ഇന്ദ്രിയം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്രത്യേകം ഓർക്കുക. അതുകൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ നിങ്ങൾ ഗീത വായിക്കേണ്ടതോ ഇതൊന്നും അല്ല പറയുന്നത്, ഇതൊക്കെ അതിന്റെ അങ്ങറ്റത്തേക്കുള്ള കാര്യങ്ങളായി പറയുന്നത്. ഞാൻ പറയുന്നതല്ല, വിവേക ചൂടാമണി പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മളിത് കേട്ടത് ഉൾക്കൊള്ളണം. ഇപ്പോഴും പഴയ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിർന്ന് ഈ ശരീരം വിട്ടുപോകരുത്. ഈ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പേ ഈ ശരീരം കൊണ്ട് മാത്രം നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനുഷ്യ ശരീരം കൊണ്ട്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മാത്രം, മനുഷ്യന്റെ വിവേകം കൊണ്ട് മാത്രം നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതിന് ഭഗവാൻ ബാബ നമ്മളെ അനുഗ്രഹിക്കട്ടെ, സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം സായിറാം. സാർ. സായിറാം.